ഇതിപ്പോൾ എന്താ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എന്നും ആദ്യമേ നമ്മൾ കാണിക്കുന്നത് നമ്മൾ പൂക്കളും ചെടികളും അല്ലെങ്കിൽ ഏതെങ്കിലും പച്ചക്കറികളും ഒക്കെ ആയിരിക്കുമല്ലോ. ഇതിപ്പോൾ എന്താണ് പുതിയൊരാൾ പുതിയ എന്തൊക്കെയോ സംഭവങ്ങളായിട്ട് ഇരിക്കണേന്നല്ലേ? ഇത് എന്തായാലും ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യം തന്നെയാണേ. നമ്മളിപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലാണല്ലോ അല്ലേ? ചൂടത്ത് നമുക്ക് തന്നെ ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കറക്റ്റ് ടൈമിൽ വീട്ടിൽ വെള്ളം കൊടുക്കാനൊക്കെ ആളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെടിയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എനിക്ക് മിക്കവാറും എല്ലാം ഞാൻ വരുന്ന സമയത്ത് നമ്മുടെ ചൈനീസ് ബോൾസം പോലുള്ള സെൻസിറ്റീവ് പ്ലാന്റ്സ് എല്ലാം തല കുത്തി കിടക്കാറാണ് കാണാറുള്ളത്. ശരിക്കും എനിക്ക് നല്ല വിഷമമാണ് അതിന് വെള്ളം കൊടുത്തിട്ടേ ഞാൻ അകത്തൊക്കെ കയറാറുള്ളൂ എന്ന് മിക്കവാറും എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ സൊല്യൂഷനായിട്ട് നമ്മൾ ഇന്നൊരു സംഭവം പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് അതിൻ്റെ കുറച്ച് പാർട്സ് എന്തൊക്കെയാണ് കിട്ടിയതെന്നും എന്താണ് സംഭവം എന്നും പറയാവേ. നമ്മൾ ചെടികൾക്ക് ട്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്യാൻ പോവുകയാണേ. ഓൺലൈനിൽ നിന്നാണ് നമ്മളിത് മേടിച്ചിട്ടുള്ളത്, ഫ്ലിപ്കാർട്ടിൽ. അക്കൂട്ടത്തിൽ വലിയ ഓസും ചെറിയ ഓസും കിട്ടിയിട്ടുണ്ട്. ഇത് 16 mm ഓസാണ്. ഇതാണ് നമ്മൾ ടാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ വലിയ ഓസിൽ നിന്ന് ചെറിയ ഓസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സംഭവമാണ്. ഈ 16 mm ഓസാണ് നമ്മൾ ടാപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അക്കൂട്ടത്തിൽ തന്നെ ചെറിയ ഓസ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഈ വലിയ ഓസിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഓരോ പോട്ടിലേക്കും അല്ലെങ്കിൽ എവിടെയാണോ ഏത് പ്ലാന്റിലേക്കാണോ കൊടുക്കേണ്ടത് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ചെറിയ ഓസാണ്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 4 mm തിക്നെസ്സേ ഉള്ളൂ. ഇത് രണ്ടും 25 മീറ്റർ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു ഫ്ലോട്ടിംഗ് വാൽവാണ്. നമ്മൾ വേറൊരു ടാങ്ക് നമ്മുടെ മെയിൻ ടാങ്കിൽ നിന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ മെയിൻ ടാങ്കിൽ നിന്ന് വേറൊരു ടാങ്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെള്ളം നിറയുമ്പോൾ ഓഫ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് വാൽവാണിത്. എക്സ്ട്രാ മേടിച്ചതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ടാങ്കിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാനായിട്ട് ഒരു ടാപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്യുമ്പോൾ ഒന്ന് ടൈ ചെയ്ത് വെക്കാനുള്ള ടൈ ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഡ്രിപ്പർ, വാൽവ്, പിന്നെ നമുക്ക് അത്യാവശ്യം കണക്ട് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ആ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഹോൾ ഇടാനുള്ള ഒരു പോയിൻറ്റർ, ഒരു ലെഗ് പീസ്, നമ്മൾ പ്ലാന്റിലേക്ക് പോട്ടിലേക്ക് അല്ലെങ്കിൽ തറയിലേക്ക് കുത്തി നിർത്താൻ വേണ്ടിയിട്ടുള്ള ലെഗ് പീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ എക്സ്ട്രാ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടാം. ഇതെല്ലാം കൂടി നമ്മൾ ഒറ്റ വീഡിയോയിൽ ഇടുമ്പോഴത്തേനും ഒരുപാട് ലെങ്ത് ആയി പോവും, അതുകൊണ്ടാണേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 25 മീറ്റർ വെച്ചാണ് നമുക്ക് ലാർജ് ഓസ് കിട്ടിയിട്ടുള്ളത്. മൊത്തത്തിൽ ഒരു 100 പ്ലാന്റ്സിന് കൊടുക്കാമെന്നാണ് കണക്ക് പറയുന്നത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ബാക്ക് സൈഡിലാണ് നമ്മൾ ടാങ്ക് ഇരിക്കുന്നത്. അവിടുന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് ലെങ്ത് അങ്ങനെ പോകും. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു 25 മീറ്ററും കൂടെ മേടിച്ചിട്ടുണ്ട്. എക്സ്ട്രാ നമ്മൾ മേടിച്ച സാധനങ്ങൾക്കെല്ലാം കൂടി 150 റുപ്പീസ് ആയെന്നാണ് പറഞ്ഞത്. ഓൺലൈനിൽ മേടിച്ച അതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാം നെക്സ്റ്റ് വീഡിയോയിൽ. ഈ വാൽവ് ഉള്ളത് കൊണ്ട് നമ്മൾ പല പൈപ്പിൽ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ളത് ക്ലോസ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. അതുപോലെ നമുക്ക് വെള്ളത്തിൻ്റെ എമൗണ്ട് നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തായാലും വളരെ യൂസ്ഫുള്ളാണേ. അതുപോലെ ഇത് കണക്ട് ചെയ്യാനും നമുക്ക് ഈസിയാണ്. നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ലൈക്കും ഷെയറും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബായ്. ഉടനെ തന്നെ ഇതിൻ്റെ കണക്ഷനും വർക്കിങ്ങും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കേ.